പുതിയ മെമ്പേഴ്സ് എല്ലാരും ഭാഗത്തോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നു കിട്ടിയില്ല കേറാൻ പറ്റത്തില്ല. ജൂഡ കേറാ. നിങ്ങൾ പുതിയ മെമ്പേഴ്സ് 4 പേര് അകത്തോട്ട് കയറിക്കോ ഐശ്വര്യമായിട്ട്. വലത്തെ കാലം തമിഴ് എന്തെങ്കിലും മന്ത്രം ചൊല്ലിക്കോ. വാഴ്ത്തുകൾ കില്ലുവാ ബ്രോ. വാടാ വാ കേറി ഇതിലെ റൂം എല്ലാം ഉണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും റൂമുണ്ട്. പുതിയ മെമ്പേഴ്സിന് പുറത്താണ് കോച്ച്. പുറത്ത് പുതപ്പും ഇതും തരും. പുറത്ത് കിടക്കണം. നമ്മള് ജയിലിലോട്ടാണ് കൊടുക്കുന്നത്. പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ അകത്ത് റൂമുള്ളേ. കടിക്കാത്ത സ്ഥലം ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. തുമ്മലായല്ലോ. സ്ഥലമൊക്കെ പിടിച്ചു നോട്ട് ദാറ്റ് വേർഡ്. സത്യം. അകത്തോ മീറ്റിംഗ് അപ്പൊ ചന്ദ്ര വാ ഗിരി വാ. അപ്പൊ ചന്ദ്ര ഞാൻ ഓരോരുത്തരെ വിളിക്കാം. നീ കുറച്ച് റൂഡായിട്ടൊക്കെ നിൽക്കാവോ കേട്ടാ. അപ്പൊ അവനെ കുറച്ച് റൂഡായിട്ടൊക്കെ നിന്നോ. സൈലന്റാണ്. അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് എടേ എക്സ്ചാറ്റ് മൊത്തം മെസ് ബോയ് ഫാൻസ് ആണല്ലോ. എല്ലാരും 10 ലക്ഷം വെച്ച് കൊടുത്താ 10 ലക്ഷം വെച്ച് എല്ലാ ഫാൻസ് ആണല്ലേ. പറ എന്താ ബാബാ റോഡല്ലേ? പിന്നെ ഓക്കെ പറയാൻ വന്ന കാര്യം സ്വഭാവം ഇവിടെ കാണിക്കരുത്, മനസ്സിലായില്ലേ? വന്നാലും പോയാലും എല്ലാരും മര്യാദയ്ക്കുന്നതാണ് ഇവിടെ. വേറെ പ്രശ്നമൊന്നും കാണിക്കില്ല. നമുക്ക് പറ്റുമോ എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാൻ? ഇതുവരെ പേര് പോലും പഠിച്ചിട്ടില്ല. അപ്പം പുതിയമാരൊക്കെ വന്നിട്ട് ഞാൻ അടിക്കുന്ന കളറാണ് നിന്റെ തലയുടെ കളറ്. ഇപ്പഴേ പറഞ്ഞേക്കാം, ഞാൻ അടിക്കും. അതാണ് കളർ. നീ പോയി നിന്റെ മുടി ഇട്ടോണ്ട് പോടാ. കെവിനെ പറയാതിരിക്കുക. നീ ഒരു കുണ്ണേട്ടോ സത്യം പറഞ്ഞ പറയണല്ലോ അത്. കെവിനെ ഇത് നീ അതിന് എന്റെ മുടി ഇട്ടത് എന്തിനാ? അതാ ചോദ്യം. എന്തിന്? എന്ത് കാര്യമുണ്ട്? നീ ആ പരിന്തോസമൊക്കെ നോക്കുവാണോ നീ? അപരാധി. ഞങ്ങളിവിടെ എല്ലാ ബോട്ട്സിനോട് സംസാരിച്ചോണ്ടിരിക്കണം. നിന്നോടല്ല സംസാരിക്കണം കേട്ടോ വില്ലു മോനെ. നിനക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തും പറയാം. ഒരു മിനിറ്റ് പറഞ്ഞോണ്ടിരിക്കണേ നിനക്ക് എന്താടാ? ഞാനത് അവനത് അപ്പൊ നമുക്ക് ആദ്യം ആരെ വിളിക്കണം? ആദ്യം ഇതിനകത്ത് ആരെ വിളിച്ച? അപ്പുക്കുട്ടനെ വിളിച്ച. അപ്പൊ ആദ്യം അപ്പുക്കുട്ടനെ തന്നെ വിളിക്കാം. അപ്പുക്കുട്ടൻ വാടാ. അപ്പുക്കുട്ടനെ എനിക്കറിയാം. അപ്പുക്കുട്ടന്റെ ലുക്ക് എനിക്ക് മനസ്സിലായി. രജിസ്റ്ററായി മനസ്സിൽ പറഞ്ഞല്ലോ ഗ്യാങ്ങോസ്. മീറ്റിംഗ് ഏരിയ വലുതാക്കണമല്ലേ? അതെ ഇവിടെ വന്നിട്ട് ഹലോ ഹലോ ഹായ് ഗൈസ്, ഞാൻ അപ്പുക്കുട്ടൻ. വെൽക്കം ടു ദി സ്ട്രീം. എന്ത് പറയണോ? എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എവിടെ വന്നു, ആരാണ് നീ, എവിടെയാണ്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, കുടുംബ പേര് എല്ലാം പറഞ്ഞു.
അനാഥനാണ്. എനിക്ക് അച്ഛനപ്പനില്ല. എന്നെ എടുത്തു വളർത്തിയതെല്ലാം ആശാനാണ്. ഏതാശാൻ? ആശാൻ ഇവിടെ ഗാങ്ങിലൊന്നുമില്ല, ആള് സിറ്റീസനായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. കെർവാസിസ് ആശാൻ? ആശാനാണ് എന്നെ ആശാന്റെ എടുത്തു മോനാണോ വളർത്തിയത്. നീ? അല്ല, എടുത്തു വളർത്തിയത്. ഓ, എന്നാലും ആശാന്റെ മോനാണോ? ആശാനാണ് ഇത് ഞാൻ ഞങ്ങളൊക്കെ അറിഞ്ഞില്ലല്ലോ. ചെറുതായിട്ട്. ഒരു മിനിറ്റ്. ആ, ആശാനോട് എന്റെ അന്വേഷണം പറയണം. അയ്യോ അണ്ണാ മാറിപ്പോയല്ലോ പണ്ട് തന്നെ എന്നെ കുണ്ടനാക്കിയല്ലോ. ആശാനോട് എന്തായാലും എന്റെ അന്വേഷണം പറയണം കേട്ടാ. പറഞ്ഞേക്കാം. ഞാൻ ആശാന്റെ വലിയ ഫാനാണ്. ചോദിച്ചിരുന്നു. ദേ നമ്മള് വിചാരിക്കുന്നത് ആശാൻ വലിയ ആളാണ്, മനസ്സിലായ? എന്നിട്ട് ഞാൻ ചെറുതായിട്ട് നമ്മളെ OG DC കുടുംബത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും KVL ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞാൻ പിന്നെ വേറെന്താ പറയാനുള്ള? നിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എന്താണ് TVക്ക് വേണ്ടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എല്ലാം പ്രതീക്ഷിക്കാം. ഓൾറൗണ്ടറാ. എല്ലാന്ന് പറഞ്ഞ ഞാൻ ചെറുതായിട്ട് സിനിമ പിടിക്കും. സിനിമ പിടിക്കും. എടാ അവര് പറയട്ടെ, ഇടയ്ക്ക് സംസാരിക്കാടാ നീക്കൊക്കെ. പറയടാ. ഞാൻ ചെറുതായിട്ട് സിനിമ പിടിക്കും, ചെറുതായിട്ട് വെടിവെക്കും. പിന്നെ പിന്നെ ഇവിടെ TVക്കകത്തൊരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. അതായത് ഇവിടെ വരുന്നവർക്ക് പെണ്ണും ഇതൊന്നും പാടില്ല, മനസ്സിലായോ? അതെ, ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും ഗേൾ ഫ്രണ്ട്സ് ഇല്ല, ഇതൊന്നുമില്ല, റിലേഷൻഷിപ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മളങ്ങനെ പെമ്പിള്ളാരൊന്നും പഠിപ്പിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തന്മാരെ നോക്കിയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും, മനസ്സിലായോ? പെണ്ണുണ്ടായി പുറത്താണ്. അതെ, അപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. നോ ഗേൾസ്. ഓക്കെ, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിള്ളേര് പാടില്ല, ആമ്പിള്ളേർക്ക് പെണ്ണില്ലെന്ന് പറഞ്ഞപ്പോ സാവേജ് ജങ്കൂക്കിന്റെ അങ്ങനെ ഒരു പ്രക്രിയ കൂടെ ഇവിടെ നടന്നു വരുന്നുണ്ട്, മനസ്സിലായോ? ചന്ദ്ര ചോദിക്കണ്ടോ? വേറെന്താ ഉദ്ദേശിച്ചിരിക്കേട്ടാ? ചന്ദ്ര പോയി. അപ്പാ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചോദിക്കണ്ടോ? ഫ്രണ്ടിലോട്ടോ നമുക്ക് കേൾക്കത്തില്ല. അപ്പൊ ഫ്രണ്ടിലോട്ടോ. ജോയര് ഞാൻ ചോദിക്കാനാ. ചന്ദ്ര ചോദിക്കും എന്തേലും. ചെറിയ ഇല്ല എന്റെ അപ്പവൻ ചോദിക്കും. ഹായ് ഹലോ തരുവോ? നോ പറഞ്ഞു. ഓക്കെ അന്ന് എന്റെ ചോദ്യം തീർന്നു. ചന്ദ്രനോട് ആരൊക്കെ അന്ന് കേക്കട്ടെ. ഞാൻ ചോദിക്കണോ? ശരി അപ്പുകുട്ടാ, നിനക്ക് 2 ഉത്തരങ്ങൾ പറയാം. ഓക്കെ, അതിന് നീ പ്രോപ്പർ ആയിട്ടുള്ള കാരണങ്ങളും പറയണം. എന്തുകൊണ്ടാ ഉത്തരങ്ങൾ ചൂസ് ചെയ്തെന്നുള്ള കാരണങ്ങൾ. 1, ഈ ഗ്യാങ്ങിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി ആര്? രണ്ടാമത്തെ ചോദ്യം, ഈ ഗ്യാങ്ങിൽ ഇഷ്ടമില്ല എന്നല്ല പറയുന്നത്, നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആര്? ഇപ്പൊ വലിയ താല്പര്യമില്ല അല്ലേ അങ്ങനത്തെ? അങ്ങനെ ഇതാണ് നിനക്കുള്ള ചോദ്യം. ഉത്തരം പറയും. ഇത് വരുന്ന ദിവസം ടീമിലുള്ളതുമായിട്ട് അടിയാവുള്ള പരിപാടിയാണ് കേട്ടോ. രണ്ടും കൂടിയിട്ട് മൈൽസ് തന്നെ പറയേണ്ടി വരും. ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യ പഴകത്തില്ല. രണ്ടിനും ഒരേ ഉത്തരം പറ്റത്തില്ല. അത് പറ്റത്തില്ല, വേറെ ഇല്ല. എനിക്ക് ഇവിടെ ആരായിട്ട് എനിക്ക് പ്രശ്നങ്ങളില്ല. വാസവനെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാസവനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. ഞാനും പ്രതീക്ഷിച്ചതായിരുന്നു. ഞാൻ ഇത്രയൊക്കെ സിനിമാറ്റിക്സ് ഒക്കെ ചെയ്യാൻ കൊടുത്തതേ. ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു അപ്പുകുട്ടാ. വാസവനെ ഇഷ്ടമാണെങ്കിലും നിനക്ക് പറയായിരുന്നു കേട്ടോ. ഐ ലവ് യു.
ജൂടെ വാ തട്ടിക്കളഞ്ഞ ജൂടെ വാ തുടങ്ങിക്കോ. എന്താണ് പറയണ്ടേ? എന്താ Introduce yourself. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്റെ പേര് ജൂൺ. ഞാൻ ആദ്യം വന്നത് അന്തേരിന്ന്, പിന്നെ ബെല്ലാരി, അതൊക്കെ തന്നെ. വേറെ എന്ത് പറയാൻ? ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ഇല്ലടാ നിനക്ക്? ആരാ അപ്പുക്കുട്ടന് ഈ ഗ്യാങ് നീ ഇങ്ങനെ നടന്നോ? നീ പോയി ചോദിക്കും. ഇവനുണ്ടായിരുന്നു ഇവിടെ സാധനം തന്നെ. അമ്മർ സാധനമാ. എന്ത് അപ്പുകുട്ടനായിട്ട് പോയി. അപ്പൻ തിരികെ വിട്ടതാ. എന്തായാലും ഇറങ്ങിപ്പോയി. അപ്പം മണക്കിയതാ. ഒരു മിനിറ്റ്, ഇവിടെ തന്നെ ഇരിക്കണ അവിടെ എന്താ വാ. ഒന്നുമില്ല വാ. അമ്പത്തൂര് അറിയാതെ വെടി പൊട്ടി കഴിഞ്ഞാൽ താഴെ ഇരിക്കണേ പലതും പോകും കേട്ടോ. തുടങ്ങിക്കോ. ആരാധനായിരുന്നു ഞാൻ. പിന്നെ ഇങ്ങനെ സിറ്റി തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ട് ഇങ്ങനെ ലെക്സിനൊക്കെ ഇവനെയൊക്കെ ആണ് ആദ്യം കണ്ട്. ലെക്സിനെ ആ അപ്പൊ തന്നെ പോയില്ലേ? മുമ്പില്ലേ? ജീവിതം പോയില്ലേ? അങ്ങനല്ല, ഇവര് കുറച്ച് നേരമായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ അന്തേരി കയറി. അങ്ങനെ അവിടുന്ന് സെറ്റായി. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാം സെറ്റാക്കി രായണ്ണനും ഇവരൊക്കെ തന്നെയാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാറുള്ളതാ. വെടിവെക്കാൻ മാത്രമേ അറിയുള്ളൂ നിനക്ക്? ആ അതെ. ഞാനും അങ്ങനെ കേറിയതാണ്. എന്താ ആരാ അങ്ങനെ കേറിയത്? ഞാൻ എടാ നിനക്ക് നിന്നെ ടിവിയില് റിക്രൂട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തില് ഒരു 5 കിലോ ഉണ്ടാവും നിനക്ക് ഈ 1.5-2 വർഷമായിട്ട്. മൊത്തത്തില് എല്ലാ വാറും എടുത്താൽ പോലും ഒരു 5 കിലോ ഉണ്ടാവും നിനക്ക് ഈ 2.5 വർഷം നീ ടി വിക്കകത്ത് കളിച്ചതില്. നിന്നെ വെടിവെക്കാൻ എടുത്തതാണെന്ന് ഞാനിപ്പോ ഒരിടത്തും പറയൂല. അണ്ണാ ഞാൻ ക്ലിപ്പ് കാണിക്കാത്ത ആൾക്കാർ കണ്ണ് വിടുമെന്ന് ആലോചിച്ചിട്ടില്ലേ? പറയണില്ല. പറഞ്ഞു വിട്ടിട്ട് വേറെ നല്ല പിള്ളേരെ എടുക്കണം. അപ്പൊ ഇവനോട് ചോദിക്കാൻ എന്തേലും. അപ്പന്റെ ക്വസ്റ്റ്യൻ. ജൂഡിനോടുള്ള ചോദ്യം അല്ലേ? അതെ. ജൂടെ, നിനക്ക് വാസുമോനിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ട വാസന്റെ ഒരു ലീഡർഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണന്റെ സ്നേഹവും ഇതൊക്കെ. അണ്ണന് മെമ്പേഴ്സിനോടുള്ള ഒരു പെരുമാറ്റം എല്ലാം അതെല്ലാം കൊണ്ട് അണ്ണൻ അവനെ കോലീഡറാക്കി. ബാക്കി ഇഷ്ടമല്ലാത്ത പറ. അതിനല്ലേ നമ്മളിങ്ങനെ നിൽക്കുന്നത്. കാണികള് അടിച്ചു നിക്കുന്നേ. കൂടെ ഉള്ളവരെ എങ്ങനെ ഒപ്പിച്ച് നിൽക്കുക, അതാണ് വാസവൻ കാണിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ പിന്നെ എന്തെങ്കിലൊക്കെ നീ എന്നെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് നീ എന്നെ ഓർമ്മിച്ച് കളഞ്ഞല്ലടാ. കൊണ്ടുപോയാണ് പറയാതിരിക്കാൻ വാസുമോനെ അവന്റെ മനസ്സിലിപ്പോ വെളി വന്നില്ലേ? ഇറക്കി വിടാം. ആദ്യമായിട്ടാണ് ഗ്യാങ് കേറിയിട്ട് അന്ന് തന്നെ പുറത്താവുന്ന ആദ്യമായിട്ടാ എന്റെ കരിയറില്. ആദ്യമായിട്ട് ഗ്യാങ് കേറിയ ദിവസം തന്നെ പുറത്തായി. അതെന്ത് കേട്ടില്ലെന്ന് അങ്ങനെ അല്ലാന്ന് മനസ്സിലായില്ല. ലൈൻ കട്ട് പറ, കട്ട് ചെയ്ത് പറ. ചേർത്താണ് വായിച്ചത്. കേട്ടതിന്റെ കുഴപ്പമാണ്. അതിനെ കുറിച്ച് നെഗറ്റീവ് ഒന്നും ഇല്ല. ഓ, അത് ചേർത്ത് വായിച്ചതാണ് ഞാനല്ലേ?
പക്ഷെ ഞാൻ അങ്ങനല്ലല്ലോ വാസവനെ കേട്ടെ. അങ്ങനല്ല കേട്ടത്. കുഴപ്പമില്ല. വാസവന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇല്ല നെഗറ്റീവ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. റീലിയാണല്ലേ വെളിയിൽ നിന്ന് കാണുന്നോണ്ടാണ് നെഗറ്റീവ് ഇല്ലാത്തത്. കുറച്ചുനാൾ കഴിയുമ്പോ ഇപ്പതാ ഈ ഇവരോടൊക്കെ ചോദിച്ചാൽ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു തരും. ഈ കെവിനോടൊക്കെ ചോദിച്ചാൽ കെവിൻ എന്റെ 2 നെഗറ്റീവ് പറഞ്ഞേടാ. അണ്ണൻ ഉറക്കുമ്പം കൂർക്കം വലിക്കും. കൂടെ കിടന്നുറങ്ങുന്ന ഉറങ്ങാൻ പറ്റൂല. പിന്നെ എന്ത് നെഗറ്റീവ് ആണ്? ഇനി ഒരു നെഗറ്റീവ് കൂടെ പറഞ്ഞ എന്നെ കൊണ്ട് അങ്ങനെ പറയാം. പിന്നെ നെഗറ്റീവ് അയ്യോ എനിക്ക് AFK കിട്ടി. ഒരു സെക്കൻഡ്. അണ്ണൊരു ബാറ്റ്മാൻ ഇപ്പൊ വന്നത്. പിന്നെ കൂടെ രാത്രി ഉറക്കമില്ല. മതി 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 മതി. നീ പോയിരുന്നു ഇനി ഇനി മെസ് ബോയ് വാ, മെസ് ബോയ് വാ, മെസ് ബോയ്. ഇനി ഇവന്റെ വായിന്ന് ഞാൻ എന്തൊക്കെ വരാതെ കേക്കണം. അപ്പൊ കുണ്ടച്ചോദ്യം ചോദിക്കല്ലേ അപ്പാ, ഞാൻ ഇപ്പഴേ പറയണ്ട. വാസവനെ ആ തുടങ്ങി. അല്ല അതിന് പുള്ളി ഇൻട്രൊഡ്യൂസ് എന്റെ പേര് മെസ്ബോയ് ഗോപു. കുറച്ചധികം ഗ്യാങ്സ് ഞാൻ കളിച്ചിട്ടുണ്ട്. എല്ലാം പറയണേ. എല്ലാ ഗ്യാങ്ങിന്റെ പേരും എല്ലാം പറയണം. ഞാൻ പറഞ്ഞുതരാം. ഇല്ലായിരുന്നാടാ നീ? ഉണ്ടായിരുന്നു. ആ തുടങ്ങ, ലിസ്റ്റ് തുടങ്ങട്ടെ. എന്താ അതിന്റെ CID പ്രൊസസിന്റെ കയ്യിലാണ് പോയി വീണത്. പഞ്ചായത്ത് അവിടുന്ന് എല്ലാ ഗ്യാങ്ങിലും കേറി വന്നോണ്ടേ. എല്ലാ ഗ്യാങ്ങില് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവരെ പറഞ്ഞാടാ അടങ്ങി അടുത്ത കേസാവല്ലേ. കേസായി അടുത്ത. പിന്നെ PLD കളിച്ചു, ARK കളിച്ചു. പിന്നെ അവിടുന്ന് സാമ്രാജ്യത്തിൽ കയറി. R34 മറന്നോടാ. അപ്പൊ കെവിൻ നീ കേറുമ്പോ ഇവനാണോ ലീഡർ? എനിക്ക് അറിഞ്ഞൂടാ. ഏതോരുത്തരുണ്ടായിരുന്നതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. കെവിൻ ലീഡർ ആയിരുന്ന സമയത്ത് ഇവന് വിലയൊന്നുമില്ല. എടാ കെവിൻ ലീഡർ ആയ സമയത്ത് R34 വേറെ മെമ്പേഴ്സ് ഇല്ലായിരുന്നു. അതാണ് സത്യം. മനസ്സിലായ? ഇവ മാത്രമേ ഉള്ളൂ ലീഡറായിട്ട്. ഇവ മാത്രം ഗ്യാങ് ക്ലോസ് ചെയ്യാൻ വെച്ചിരുന്ന സമയത്താണ് ഇവൻ ലീഡർ ആയത്, ലാസ്റ്റ് മെമ്പർ. അല്ലാതെ ഇവൻ ലീഡറായിട്ട് പിന്നെ ഫ്രം സ്ക്രാച്ച് ഡേ 1. ഓക്കെ പറയടാ, ബാക്കി പറ. പിന്നെ ഇടയ്ക്ക് DRI കളിച്ചു, റൈഡക്സ് കളിച്ചു. അപ്പൊ നീ കളിക്കാത്ത ഗ്യാങ് അത് കഴിഞ്ഞിട്ട് TJ കളിച്ചു. TJയില് പറയാതെ വെച്ചേക്കുന്നത് ലാസ്റ്റ് പറയാന്ന്. TJ-ലുണ്ടായിരുന്നല്ലേ? അതെ. റിക്രൂട്ട്മെന്റ് സമയത്ത് എന്നോട് ഇതൊന്നും അധികം പറഞ്ഞില്ലായിരുന്നു. ഇത് എങ്ങനെ റിട്ടേൺ ഉണ്ടോ ആൾക്ക്? റിട്ടേൺ പോളിസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറ. വേറൊന്നുമില്ല. അപ്പൊ തുടങ്ങിക്കോ. അപ്പാപ്പന്റെ ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കണോ? അപ്പൊ പിന്നല്ലാതെ സാവേജ് ജാസ്മിൻ കിക്ക് ഫ്രം. എന്താ നിന്റെ പേരെന്താ? എന്റെ പേര് മെസ്ബോയ് ഗോകു. മെസ്ബോയ് ഗോക്കു. നിനക്ക് എന്താ TV കയറണോ? ഇത്ര ആഗ്രഹം എന്തായിരുന്നു നിനക്ക്? ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ കേട്ടോ. ഞാൻ മിണ്ടുപോലും എനിക്ക് ആവശ്യത്തിന് കിട്ടിയതാ. പിന്നെ ഇവരൊക്കെ നല്ല വിളിയായിരിക്കും കേട്ടോ. നമുക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ലേ ഇവരൊക്കെ ഓപ്പോസിറ്റ് നല്ല നമ്മളെവിടെ നിർത്തി? വെച്ചാ ഇവിടെ മാഡി
ജുഗുരു മൂവിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുള്ളതുകൊണ്ട് മാത്രമാണ് അല്ല പിന്നെ സാവേജ് ഓ SMG ബോയ്സ് ഉള്ളതുകൊണ്ട് മാത്രം. അല്ലല്ല വേറൊരു ഞാൻ ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ നിന്നോട്. ഒരു കാരണവശാൽ ഇവർക്കൊക്കെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. ഓക്കേ. അല്ല അങ്ങനെ പറഞ്ഞ ഒരു കാരണവശാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയതാ എക്സാമ്പിൾ പറയാം. നാളെ സാവേജിന്റെ ഹാക്ക് പോക്കി സ്വാഭാവികം. സാവേജിന്റെ ഹാക്ക് പോക്കിയിരിക്കുന്ന സമയത്ത് വേണ്ടി മാഡി വരുന്നു. മാഡിയുടെ പീസ് ചെക്ക് ചെയ്തപ്പോ അവന്റെ ആ പീസിലെ ഐറ്റം ഇവര് രണ്ടുപേരെ പൊക്കി ഇവിടുന്ന് ഞാൻ മറ്റേ പിടിച്ചിട്ട് പറഞ്ഞു വിടുക. അങ്ങനെയാണെങ്കിൽ നിന്റെ രണ്ട് ബെസ്റ്റ് സുഹൃത്തുക്കൾ ഇവിടുന്ന് പോയെന്നുള്ള രീതിയിൽ നീ എന്ത് ചെയ്യും? നീ ഇറങ്ങത്തില്ല ഹാക്ക് ഓക്കെ അല്ലേ? നാളെ ടിവിയൊക്കെ നല്ലൊരു ഗ്യാങ്ങിൽ നിന്ന് ഈ സാവേജിനും മാഡിക്കും ഒക്കെ ഒരു ഇൻവിറ്റേഷൻ വന്ന് അവര് പോവാ എന്ന് വിചാരിച്ചോ? അപ്പൊ നിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ടിവിയൊക്കെ നല്ല ഗ്യാങ് ഇല്ലല്ലോ. ഇനി ഒരു നെഗറ്റീവ് പറ. ഒന്ന് ചോദിച്ചത് അവൻ ഇതാക്കല്ലേ? ഇതായിരുന്നു എന്റെ അഭിപ്രായം. എന്ത് ഞാൻ സംഭവിക്കത്തില്ല. SMG ലീഗിലല്ലായിരുന്നു SMG ആയിരുന്നപ്പോ അണ്ണനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള പറ മണിമണി കൊറേ അവരത് പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ എന്തൊക്കെ അവരായിച്ചിട്ടുണ്ടെന്ന് പറയണം. നിന്റെ അടുത്തല്ല ഇവരുടെ ഈ കെവിന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ. അണ്ണനെ ഞാൻ മോനേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പുണ്ടച്ചി മോനെന്ന് അല്ലേ? മോശം നെഗറ്റീവ് പറഞ്ഞില്ല. നെഗറ്റീവ് അവരോട് ചോദിച്ചില്ല നമ്മളൊന്നും. 50 രൂപ ചോദിക്കണ്ടോ? ചോദിക്കണം. 50 രൂപ നിന്റെ ഒരു അമ്പത്തൂരിന് ചോദിക്കാണ്ട് അമ്പത്തൂരിന്റെ റീലിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. കമന്റ് ഒക്കെ ഇട്ടു. പുടുത്തറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. SMGയുടെ 50 രൂപ കമ്മ്യൂണിറ്റിയില് സത്യം കണ്ണൻ സ്രാങ്ക് മടൽ വിട്ട് അടിച്ചില്ലടാ. അപ്പൊ നമ്മൾ ഇത്ര പേരല്ലേ എടുത്തുള്ളൂ ഇന്ന്. വേറെ അയ്യോ അണ്ണാ ജപ്പാൻ 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 വരൂ. അപ്പൊ ഇതിലൊരു ദാക്ഷിണ്യം വേണ്ടേ? ഒരു ദാക്ഷിണ്യം വേണ്ട. ഒരു ദാക്ഷിണ്യം വേണ്ട. അപ്പൊ അങ്ങനെ പറയരുത്. ഒരു ദാക്ഷിണ്യം വേണ്ട. ചോദിക്ക്. Introduce yourself. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യല്ലേ, ഞാൻ ബഹുമാനിക്കണ്ടേ? Introduce yourself. എന്റെ പേര് കിലു ആണ്. ബട്ട് എല്ലാരും കോച്ചിന് വിളിക്കും. ഓക്കെ. പിന്നെ മുൻപ് OG DC ഉണ്ടായിരുന്നത്. നിങ്ങള് അണ്ണാ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, പണ്ട് സിറ്റി കളിക്കുന്നുണ്ടായിരുന്നു. മുരുകൻ എന്തായിരുന്നു പേര്? കോച്ച് പഴയ പേരെന്താ? ജപ്പാൻ മുരുകൻ. പിന്നെ മുൻപ് അവിടെ ഇരുന്നത്. എന്നോட ഫസ്റ്റ് ടീം യാരുன்னு பார்த்தா മൈൽസ് ആണ്. ഫസ്റ്റ് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് കേൾക്കുന്നില്ല. മൈൽസ് ആണ് ഫസ്റ്റ് ടീമേറ്റ് ഈ ആർപിയില. DC മൈൽസ് അല്ലേ? DC മൈൽസ് ആണ്. இப்ப இத்தனை டீமேட்ஸ் இருக்கும்போது ஒரு கவலை இல்ல. என்னால முடிஞ்சது கன்ஃபார்மா செஞ்சு கொடுப்பேன். and I'm well known for shooting. அது எல்லாருக்கும் അറിയാം. ഈ ഗെയിം കുറച്ച് നാള എന്താ കേട്ടില്ല? ഹലോ, ഈ ഗെയിം കുറച്ച് നാളില് മാസ്റ്റർ ചെയ്യാം. പിന്നെ എല്ലാ തലയും തൂക്കാം. അത്രേ ഉള്ളൂ. ഇവിടെ കുറച്ച് പേര് പറഞ്ഞു കോച്ച് ഇവിടെ ഒട്ടും ആക്റ്റീവ് ആയിരിക്കൂല, ഒരു അനന്തർ അമ്മുക്കുട്ടി ആയിരിക്കും അല്ലെങ്കിൽ വില്ലനായിരിക്കും എന്നാണ് ഇവിടെ കുറെ പേര് പറഞ്ഞത്. സോ അവരോടൊക്കെ എന്താ കോച്ചിന് പറയാനുള്ളത്? ഗ്രൈൻഡിന് എന്താ ഞാൻ കാണിக்கிறேன் ഇനിമേൽ. ഞാനും കാണിക്കാം.
പിന്നല്ല ക്വസ്റ്റ്യൻ ആ தொடங்கட்டே തമിഴ് கோச் പറ சொல்லுங்க. முதல்ல நான் உங்ககிட்ட மன்னிப்பு கேட்டுக்கிறேன். Why? இதுக்கப்புறமா நான் பேச போறதெல்லாம் உங்களுக்கு கொஞ்சம் கஷ்டமா தான் இருக்கும். തമിഴല്ലേ? இல்ல 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 ஒண்ணும் இல்ல. ஓகே சரி கோச், அப்ப நான் முதல் கேள்வி கேக்குறேன். ஓகே ஃபர்ஸ்ட் திங், ஓகே நீங்க சொன்னா நீங்க வந்து உங்க 100% கொடுப்பீங்கன்னு சொல்லுவீங்கல்ல. சரி, நீங்க இந்த 100%னா என்ன சொல்றீங்க? எது கொடுப்பீங்க 100%? இந்த பிரதர்ஹுட்ட காப்பாத்துறதுக்கு என்னால பண்ண முடிஞ்சதெல்லாம் பண்ணணும். பிரதர்ஹுட்ட காப்பாத்துக்க உங்களால என்ன பண்ண முடியும்? തമിഴിൽ പറയുമ്പോൾ உங்களை காப்பாதுக்கு யாரு? கேம்ல என்ன பண்ண முடியுமோ அதெல்லாம் பண்ணும். என்ன பண்ண முடிந்தாலும் பண்ணுமா? சரி, ஒரு நாளைக்கு 2 மணி நேரம் மட்டும் தான் தூங்க முடியும். சரி, ஒரு நாளைக்கு 2 மணி நேரம் மட்டும் தான் தூங்க முடியும். அந்த மாதிரி ஒரு வீக் கண்டினியூஸா பண்ணணும். உங்களால பண்ண முடியுமா? மனுஷன் வாழணும்ல, 6 மணி நேரம் தூக்கம் வேணும். പറ്റത്തില്ല കേട്ടോ. എന്ത് വേണേലും ചെയ്യാൻ പുള്ളി പറഞ്ഞു. പക്ഷെ ഇപ്പൊ 6 മണിക്കൂർ ഉറങ്ങണമെന്ന്. ஃபர்ஸ்ட் நான் தான் இருப்பேன். സേഫ് സോൺ മുടിഞ്ഞதுக்கு അപ്പുറമാ ഫസ്റ്റ് ഏറുന്നത് നാനതാ இருக்கும் பாரு. അത്രേ ഉള്ളൂ. ഞാനും കൂടെ കാണും. பாக்குறேன்டா. சரி கோச், இப்போ நீங்க சரி, இந்த கேமை பத்தி உங்களுக்கு தெரியாது. நீங்க முதல் தடவை தான் இந்த கேமுக்குள்ள வர்றீங்கல்ல. எஸ். சரி, உங்களால இம்ப்ரூவ் பண்ண முடிஞ்சது என்ன பண்ண முடியுங்க? நீங்க உங்க எய்ம் இம்ப்ரூவ் பண்றதுக்காக സബ്ടൈറ്റിൽ എവിടെ ഓണാക്കുന്നു? ഡിഎം കളിക്കും. சரி, டிஎம் കളിக்கும், பின்ன நோக்கி பாக்கும், லைக் என்னலாம் பண்ண முடியும். இன்னைக்கு தானே ஃபர்ஸ்ட் டே. சொல்லு. சரி, இப்போ நாங்க இப்போ இங்க வாசமான என்ன எக்ஸ்பெக்ட் பண்றீங்கன்னா, நீங்க உங்க ஸ்ட்ராட்டஜிஸ், உங்க எக்ஸ்பீரியன்ஸ் எங்களுக்கு அதுதான் தேவை. அதுல உங்களுக்கு எவ்வளவு கொடுக்க முடியும் எங்களுக்கு? ஒரு 2 கேங் வார் அப்சர்வ் பண்ணால் போதும். அത്ര 2 or 3 மேக்ஸ். എന്താ പണി പോവോ വാസവനെ? അപ്പാപ്പന്റെ കഞ്ചിലെ പാറ്റയാണ് കേട്ടോ ഇത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. பண்ணக்கூடாது. முதல்ல அந்த சைடுக்கே நீங்க போக கூடாது. പുള്ളിക്ക് ഹെലികോപ്റ്റർ അത് ശരിയാണ്. പുള്ളിക്ക് ഹെലി പിടിക്കാനും പറഞ്ഞൂടാ, പുള്ളിക്ക് സ്ഥലങ്ങളൊന്നും പറഞ്ഞൂടാ. ഇനി എല്ലാം പഠിപ്പിക്കണം. 3 മാസം കഴിയുമ്പോ പഠിക്കുന്ന ஒரு ட்ரூ லீடர் പക്ഷെ എല്ലാം പഠിച്ചു കഴിയുമ്പോ എന്ത് ചെയ്യണം? என்ன சப் யூஸ் பண்றீங்க நீங்க? Coach, only one thing, like you should have been here in most of the situations. തമിഴ് സംസാരിക്കാൻ വേണ്ട പ്ലീസ് അണ്ണാ. തമിഴ് സംസാരിക്കണം പ്ലീസ് അണ്ണാ, പ്ലീസ് അണ്ണാ. തമിഴ് എനിക്ക് കേൾക്കണം. நீங்க வந்து இந்த சிட்டியில ஏதாவது அடி பொட்டி வச்சிருந்தா நீங்க சிட்டியில் இருக்கணும். അണ്ണാ മലയാളം മതി അണ്ണാ, മലയാളം മതി അണ്ണാ, മലയാളം മതി അണ്ണാ, പ്ലീസ് അണ്ണാ, മലയാളം മതി അണ്ണാ. എല്ലാത്തിനും പേര് ജോസ്. അയ്യോ സാറേ, എന്റെ പേര് ജോസഫ്. RP ചെയ്യാൻ വേണ്ടിട്ട് നിർബന്ധിക്കത്തില്ല, വരാൻ പറയൂല. ബട്ട് ഒരു PvP സിറ്റുവേഷൻ വരുമ്പം നമുക്കിവിടെ മാക്സിമം ആൾക്കാർ വേണം. സോ അതില് അത് ഇപ്പൊ കോച്ച്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, കോച്ച് വേറെ സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ലോകത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇവിടെ സിറ്റിയിലെ സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അതില് എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ഓൾ ദ ന്യൂ മെമ്പേഴ്സ് ടു. കോച്ചിനോട് മാത്രമല്ല ഞാൻ പറയണേ, ബാക്കിയുള്ളവരടുത്തും അതാണ് പറയണത്. കാരണം ഇപ്പം നമുക്ക് കൗണ്ടാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ പ്ലെയർ കൗണ്ട് കൂട്ടുക എന്നുള്ളൊരു കാര്യം മെയിൻലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും PvP റിലേറ്റഡ് ആയിട്ടുള്ളൊരു റിക്രൂട്ട്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. സിറ്റുവേഷൻസ് ട്രിഗർ ആയാലും ഇനി തൊട്ട് ഏത് സമയത്താണെങ്കിലും സിറ്റിയിൽ കയറാൻ പറ്റുന്നതൊക്കെ ചേരണം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ഫോർ വെൽക്കം ടു TVA
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാരും പരിചയപ്പെടുക, എല്ലാരോടും ഇന്ററാക്ട് ചെയ്യുക. എടാ എല്ലാരുടെ അടുത്തും കേട്ടാ ഗോഗു, ഇവനെ നീ എന്ത് വിളിക്കണം? മെസ്ബോയ് ഗോഗു എന്ന് വിളിച്ചാൽ ശരിയാവില്ല. ഗോഗു വേണ്ട, അതാ മെസ്ബോയ് വിളിക്കാം. മെസ്ബോയ് ഗോഗു വിളിക്കുമ്പോ ഗോഗു ഓൾറെഡി നമ്മുടെ ഗോഗുവിനെ വിളിച്ച് അങ്ങനെയാണ് മെസ്ബോയ് എന്ന് വിളിക്കാന്. അപ്പൊ എടാ എല്ലാരോടും ജൂടെ എല്ലാരും എല്ലായിടത്തും അപ്പുക്കുട്ട എല്ലായിടത്തും ഇന്ററാക്റ്റീവ് ആയി സംസാരിക്കുക വേണം കേട്ടാ. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ 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 ഓക്കെ. Yes. അപ്പൊ ഒന്ന് വന്നേ അപ്പൊ ഇത് വാസണ്ണനെ മാറിപ്പോവല്ലോ. അണ്ണൻ കണ്ണ് വേണമല്ലോ. എടാ ഇവന്റെ മുടി ഒന്നും കൊണ്ട് വെട്ടിക്കട സ്നൈപ്പ് ആ കെവിന്റെ. ഇന്നലെ പോയി. വാസണ്ണ കണ്ണ് ഇന്നലെ കണ്ണെല്ലാം പോയേ. എത്ര കണ്ണ് വേണം? അത്യാവശ്യം അവിടെ ഇരിക്കുന്നു.